മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഇന്ന് എത്തി നിൽക്കുന്ന ഒരു പ്രത്യേക സന്ധിയുണ്ട്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ ദൃശ്യമാധ്യമ രംഗത്ത് ഇപ്പോൾ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നതിൽ അതിൻ്റെ ഉടമയായിട്ട് ഇപ്പോൾ മാറിയിട്ടുള്ള സംഘപരിവാർ നേതൃതലത്തിൽ പ്രവർത്തിക്കുന്ന ആൾ നേരിട്ട് തന്നെ ഇടപെട്ട് നൽകുന്ന നിർദ്ദേശങ്ങൾ, അതിനനുസരിച്ച് വാർത്തകൾ തയ്യാറാക്കേണ്ട ഗതികേടിൽ അവരെത്തി നിൽക്കുന്നു എന്നത് ഇങ്ങനെ ഒരു ചർച്ചയിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ധാർമ്മികമായ അവകാശമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സമ്മേളനം, മഹത്തായ ഒരു സമ്മേളനം നടന്നു കഴിയുമ്പോൾ പിണറായി ആൻഡ് കമ്പനി എന്നെഴുതുന്നതിൻ്റെ മാനസികാവസ്ഥ എന്താണ്? ഒരിക്കലും അവിടെ നിന്ന് മോദി ആൻഡ് കമ്പനി എന്നൊരു തലക്കെട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്താൽ പിന്നെ ആൾ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹം തിരിച്ചറിയുന്നുണ്ട്. ഞാനതൊന്ന് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ആ എടുത്തു പറഞ്ഞതിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാം. പക്ഷേ ഞാൻ പറഞ്ഞത് വസ്തുതയല്ല എന്ന് ഖണ്ഡിക്കാൻ കഴിയില്ല. 2, സമ്മേളനത്തിന് ശേഷമുണ്ടായ ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ശരിയാണ്, പത്മകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അത് സാധാരണ നിലയിൽ ഒരു പാർട്ടി പ്രവർത്തകൻ, ഒരു പാർട്ടി നേതാവിൻ്റെ ഭാഗത്തുണ്ടാവാൻ പാടില്ലാത്തതാണ്. അദ്ദേഹം അത് തിരുത്തി. അദ്ദേഹം പോസ്റ്റ് പിൻവലിക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ബഹുമാന്യനായ സഹപാനലിസ്റ്റ് ശ്രദ്ധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതോടുകൂടി ആ വിവാദ സാധ്യത അസ്തമിച്ചു. പിന്നെ നിങ്ങൾ പറഞ്ഞ മഹിളാ നേതാവ്, അവരൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അവർ പറയാത്ത കാര്യങ്ങൾ അവരുടെ വായിൽ തിരുകുന്നത് ശരിയാണോ എന്ന് ഈ ഘട്ടത്തിൽ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കടകംപള്ളിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? കടകംപള്ളി അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ചിത്രം മാറ്റിയത് കഴിഞ്ഞ നവകേരള സദസ്സിൻ്റെ ഒരു വലിയ മഹത്തായ ഒരു ജനക്കൂട്ടത്തിൻ്റെ ചിത്രമാണ്. ഒരു മാധ്യമം കണ്ടുപിടിച്ചത് അതിൻ്റെ ഒടുവിൽ ഒരു അതിശയ ചിഹ്നം ഇട്ടിരിക്കുന്നു. അത് പ്രതിഷേധ സൂചകമാണെന്നാണ്. ഞാൻ ആദ്യമായാണ് മലയാള ഭാഷയിൽ ആശ്ചര്യ ചിഹ്നം പ്രതിഷേധ സൂചകമാണ് എന്ന് ഒരു മാധ്യമം പറയുന്നത്. അത് ഏത് മലയാള വ്യാകരണ പദ്ധതി അനുസരിച്ചാണ് അങ്ങനെ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ മാധ്യമങ്ങൾ ഏതൊക്കെ ദിശയിൽ കൂടി സഞ്ചരിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഞാൻ പറഞ്ഞത്. ഒപ്പം ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞത് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് ഞാൻ വ്യക്തമായല്ലേ പറഞ്ഞത്, സ്പെസിഫിക് ആയിരുന്നു ഞാൻ പറഞ്ഞത്. മലയാള മനോരമ ചാനൽ പറയുന്നു മുസ്ലിം ലീഗിനെ ഒപ്പം കൂട്ടാൻ തീരുമാനം, റിപ്പോർട്ടിൽ നിർദ്ദേശം. മനോരമ പത്രം പറയുന്നു മുസ്ലിം ലീഗിനെ കൂട്ടില്ല, ലീഗുമായി കൂട്ടില്ല. അതാണ് തലക്കെട്ട് 1-ാം പേജിൽ. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇത് രണ്ടും കൂടി ശരിയാവില്ലല്ലോ. ആ മാധ്യമപ്രവർത്തനത്തെയാണോ അങ്ങ് പരിചയസമ്പന്നരാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത്? അപ്പോൾ ഇങ്ങനെയൊരു നിരവധി ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഇത് പറയുന്നത് മാധ്യമപ്രവർത്തകരായി വന്ന ചിലർ കാണിച്ച അനീതി ചൂണ്ടിക്കാണിക്കാനാണ്.